ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനെന്ന് പാക് അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക്. ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം ചെങ്കോട്ട മുതൽ കശ്മീർ വരെ പകരം വീട്ടുമെന്ന് താൻ മുമ്പ് പറഞ്ഞിരുന്നുവെന്നും അതിപ്പോൾ നടപ്പിലായെന്നും അൻവറുൽ ഹക്ക് പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തുവന്നു. നേരത്തെ ഉമർ നബിക്കും സംഘത്തിനും വേണ്ടി പാകിസ്ഥാനിൽ പണപ്പിരിവ് നടന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അഭിലാഷ്, പാകിസ്ഥാന്റെ പങ്കുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഫോൺ കോളുകളൊക്കെ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിരുന്നു. മറ്റൊരുപാട് തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അൽഫലാ സർവകലാശാലയുടെ പങ്കൊക്കെ അടക്കം. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്? രഞ്ജിത്ത്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അയാൾ അവിടെ അവിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ട് പുറത്തായ ആളാണ്. അയാൾ അവിടുത്തെ നിയമസഭയിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, താൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം വീട്ടിയിരിക്കും, അത് തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ ചെങ്കോട്ട മുതൽ കശ്മീരിലെ വനാന്തരങ്ങൾ വരെ ഇന്ത്യക്ക് പകരം വീട്ടുമെന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ആ കാര്യം നടന്നിരിക്കുന്നു. അവിടെ ഇന്ത്യയിൽ ഇപ്പോൾ വീഴുന്ന ചോരയുടെ അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രസംഗമാണ് ഇയാൾ പാക് അധീന കാശ്മീരിലെ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന സ്ഫോടനങ്ങൾക്ക്, ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് അല്ലെങ്കിൽ തങ്ങളുടെ കരങ്ങളുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട സൂചനയാണ് ഇയാളുടെ പ്രസംഗത്തിൽ നിന്ന് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നത്, ഇന്ത്യ ഏത് നിമിഷവും ഒരു തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുകയാണ്, അതിനനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും പാകിസ്ഥാനിൽ സജ്ജമാക്കിയിട്ടുണ്ട്, ഏത് സമയം വേണമോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇതിനെല്ലാം ഇത്തരം പ്രതികരണങ്ങളെല്ലാം വരുന്നത് NIA ചില കണ്ടെത്തലുകൾ വരുന്നുണ്ട്. അതായത് ഉമർ നബിയും സംഘത്തിനും അവർക്ക് ഇന്ത്യക്കകത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ചില സംഘങ്ങൾ അവിടെ പണപ്പിരിവ് നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് സാദാ പേ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ആപ്പ് അതിനായി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഭീകരാക്രമണം, അതായത് ചെങ്കോട്ട സ്ഫോടനത്തിനടക്കം നടന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതിൻ്റെ തെളിവുകൾ കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ അൽഫലാ കോളേജുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് 415 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് കൂടാതെയാണ് 48 ലക്ഷം രൂപ പണമായി ഇയാളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ അൽഫലാ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക തെളിവുകൾ പുറത്തു വരുന്നു. 2008-ലും 2007-ലും അഹമ്മദാബാദിലും ഗോരഖ്പൂരിലും നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആൾ കൂടി, മിർസ എന്ന് പറയുന്ന ആൾ കൂടി ഈ അൽഫലാ കോളേജിൽ BTech പൂർത്തിയാക്കിയ ആളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഈ അൽഫലാ കോളേജുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള ചില സ്ഫോടനങ്ങൾക്ക് അൽഫലാ കോളേജുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഭീകരാക്രമണം നടത്തിയ ആൾ മിർസ ഷാദാബ് ബായിക്, ഇയാൾ അവിടെ പഠിച്ച ആളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഉമർ നബിയും സംഘവും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അൽഫലാ കോളേജിലെ ചില ഡോക്ടർമാരും അവിടുത്തെ സ്റ്റാഫുകളും ഒളിവിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, അഭിലാഷാണ് പങ്കുവച്ചത്.